ഇല്ലാതെ തനിക്ക് ജീവിക്കാനാകില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് രഹ്ന. എന്ത് തിരക്കാണെങ്കിലും അദ്ദേഹം വിളിക്കും, നമ്മൾ സംസാരിക്കുകയും ചെയ്യും. അല്ലാതെ വിട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഷൂട്ടുണ്ടാകുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം അടുത്ത് ഇല്ല എന്ന് തോന്നിപ്പിക്കാറേയില്ല. അങ്ങനെ സംസാരിക്കാറുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് എടുത്ത ഒരു അഭിമുഖമാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു വിവാഹമാണെന്ന്. ഇപ്പോൾ ഇക്കയ്ക്ക് നല്ല രീതിയിലുള്ള കഥാപാത്രങ്ങളൊക്കെ കിട്ടുന്നു. അതുകൊണ്ട് ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നിർബന്ധങ്ങളൊന്നും ഇക്കയുടെ അടുത്ത് എടുക്കാറില്ല. എന്നിരുന്നാലും ഒരവധി ദിവസം കിട്ടുമ്പോൾ ഇക്ക ഓടി വരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ വിവാഹ ദിവസം തന്നെ ഇക്ക ഒരു ഷൂട്ടിങ്ങിൻ്റെ തിരക്കിൽ നിന്നാണ് ഓടി വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. സിനിമയും കലയുമൊക്കെ അത്രയേറെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു നടൻ തന്നെയാണ് നവാസ്. ഒരു നടൻ എന്ന നിലയിൽ അറിയപ്പെടാനായിരുന്നു നവാസിൻ്റെ ഏറ്റവും വലിയ മോഹം. പക്ഷേ നവാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അനുകരണ കലയിലാണ്. നാടകത്തിലൂടെ വന്ന് സിനിമയിൽ ശ്രദ്ധ നേടിയ അബൂബക്കറിൻ്റെ മകനാണ് നവാസ്. വാത്സല്യം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മേലേട്ടത്ത് രാഘവൻ നായരുടെ അമ്മാവനായി അഭിനയിച്ച അബൂബക്കറിൻ്റെ കഥാപാത്രത്തെ മലയാളികൾക്ക് മറക്കാനാവില്ലല്ലോ. പിതാവിൻ്റെയും ടെലിവിഷൻ സിനിമാ താരവുമായ ചേട്ടൻ നിയാസിൻ്റെയും ചുവടുപിടിച്ചാണ് നവാസ് കലാരംഗത്തേക്ക് വരുന്നത്. ചെറിയ മിമിക്രി വേദികളിൽ നിന്ന് കലാഭവൻ്റെ മേൽവിലാസത്തിലെത്തിയതോടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു.